ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ADGP ഓഫീസിൽ നടന്ന വൻ അട്ടിമറി. ആദ്യ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കേസ് നിലനിൽക്കലെന്ന വിധത്തിൽ റഫർ റിപ്പോർട്ടാക്കി മാറ്റി. തലയിൽ അടിക്കുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇല്ലെന്ന് കൂട്ടിച്ചേർത്തു. ഇക്കാര്യങ്ങൾ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘം കോടതി ഔദ്യോഗികമായി അറിയിച്ചു. SIT സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ അന്ന് പോലീസ് ഫോട്ടോഗ്രാഫർ ശേഖരിച്ച ദൃശ്യങ്ങളെപ്പറ്റി കോടതിയിൽ ചില സംശയങ്ങളും ആധികാരികത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള റഫർ റിപ്പോർട്ടാണോ അശ്വിൻ? കാശ്മീർ കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ADGPയുടെ ഓഫീസിൽ വെച്ച് വ്യാജമായി നിർമ്മിച്ച് സമർപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അത് ആദ്യ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടാണ്. അതായത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP സുനിൽ രാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം, അതിൽ സുനിൽ രാജ് തയ്യാറാക്കി നൽകിയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ADGPയുടെ ഓഫീസിലെത്തിയത്. പക്ഷേ ADGPയുടെ ഓഫീസിലെത്തി അതിനുശേഷം അത് DGPയുടെ ഓഫീസിലേക്കും പിന്നീട് കോടതിയിലേക്കും എത്തുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് റഫർ റിപ്പോർട്ടായി മാറി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. റഫർ റിപ്പോർട്ട്, അതായത് ഈ കേസ് നിലനിൽക്കില്ല എന്ന് കാണിച്ച്, തെളിവുകളില്ല എന്ന് കാണിച്ച് കേസ് എഴുതി തള്ളാൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ് റഫർ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് റഫർ റിപ്പോർട്ടാക്കി മാറ്റിയത് ADGP ഓഫീസിലാണ് എന്ന കഴിഞ്ഞ ദിവസം ADGP ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 2 SIമാർ മൊഴി നൽകിയിരുന്നു. അതുകൂടാതെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുനിൽ രാജിനെ വിളിച്ച് ചോദ്യം ചെയ്തതിൽ സുനിൽ രാജും ഇതേ മൊഴി തന്നെ നൽകി. ADGP ഓഫീസിൽ നിന്ന് ഈ റിപ്പോർട്ട് തിരുത്താൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള ഒരു മൊഴി അദ്ദേഹവും കൊടുത്തിരുന്നു. ഈ 2 കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ SIT. അത് ഗുരുതരമായ അട്ടിമറിയാണ്. ചെയ്തുകൂടാത്ത അങ്ങനെയാണെങ്കിൽ ഇപ്പൊ SIT പറയുന്നത് ശരിയാണെങ്കിൽ അത് അതിഗുരുതരമായ, ഒരുപക്ഷെ അവരെ മർദ്ദിച്ചതിനേക്കാൾ വലിയ അട്ടിമറിയാണ്, നിയമവിരുദ്ധ പണിയാണല്ലോ. അപ്പോൾ അത് കോടതിയിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രോസിക്യൂട്ടറുടെ ജോലിയാണ്. അത് കോടതിയെ കൃത്യമായി പ്രോസിക്യൂട്ടർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി ആ കൺഫ്യൂഷൻ, കോടതിയിലുണ്ടായ കൺഫ്യൂഷൻ അർത്ഥമുണ്ടോ അശ്വിൻ? തീർച്ചയായും പ്രോസിക്യൂട്ടർ ആ കാര്യം കോടതിയെ ധരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രോസിക്യൂട്ടർക്ക് കൃത്യമായി കാര്യം പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു അധിക വസ്തുതാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട സാഹചര്യം SITക്ക് ഉണ്ടാവുമായിരുന്നില്ല. എന്തായാലും നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന അധിക വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ ഗുരുതര കണ്ടെത്തൽ SIT നടത്തിയിരിക്കുന്നത്. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തിരുത്തിയത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുനിൽ രാജ് നൽകിയ റിപ്പോർട്ടിൽ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ, അതിന് പുറമെ മറ്റുള്ള ആളുകൾ, ജയ്ഹിന്ദ് ടിവിയുടെ ക്യാമറമാനും നാട്ടുകാരും അടക്കം പകർത്തിയ ദൃശ്യങ്ങളുടെ പകർപ്പുണ്ടെന്നും അതിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, തലയിലടിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണാമെന്നുള്ള റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. പക്ഷേ അത് ADGP ഓഫീസിലെത്തി തിരുത്തിയപ്പോൾ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണുള്ളതെന്നും അതിൽ തലയിലടിക്കുന്നത് കാണുന്നില്ല എന്നും കൃത്യമായി തിരുത്തി ചേർത്തിട്ടുണ്ട്, രണ്ടാമത് എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കണ്ട് ആദ്യഘട്ടത്തിൽ പ്രതികൾക്ക് കോടതി ക്ലീൻ ചിറ്റ് നൽകിയത്. പിന്നീട് പരാതിക്കാരായ AD തോമസും അജയ് ജോൽ കുര്യാക്കോസും വീണ്ടും കോടതിയെ സമീപിക്കുകയും ഈ അധിക ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ കോടതി അന്ന് ഉത്തരവിട്ടത്. പക്ഷേ LDF സർക്കാർ SIT രൂപീകരിച്ചിരുന്നില്ല. പിന്നീടെത്തിയ UDF സർക്കാരാണ് SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഈ ADGPയുടെ ഓഫീസിൽ വെച്ച് റിപ്പോർട്ട് തിരുത്തി എന്നടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ADGPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരം കൂടി ഈ റിപ്പോർട്ടിൽ SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ചെയ്തുകൂടാത്ത അട്ടിമറിപ്പണി നടന്നു എന്നുള്ളതാണ് SIT പറയുന്നത്. അത് കോടതിയെ ആ സമയത്ത് ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂട്ടർക്ക് പരാജയമുണ്ടായെന്ന് വേണം വിലയിരുത്താൻ. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ അടക്കം ആ കാര്യങ്ങൾ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.